എന്തോ ആരെ പിടിച്ച് അടിച്ചതായിട്ട് അവന് ഭയങ്കര അവിടെ ഞാൻ എന്താ മാമാപ്പണി ചെയ്ത് കിടക്കുവാണോ? എവിടെ 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 ഫാമിലിയാ? അല്ലല്ല. ഹലോ ഹലോ മച്ചാൻ എന്താ എന്തെറ്റി പ്രശ്നം എന്താ? അവൻ എന്റെ റിലേഷൻ എന്തെന്ന് അറിയണം. അവൻ ഞാൻ മാമാപ്പണി ചെയ്ത് കിടക്കുവാണോ? അമ്പി കളിക്കല്ലേ നീ? അമ്പി കളിക്കല്ലേ? അല്ലല്ല നീ അല്ല നിനക്ക് അതൊക്കെ അറിയേണ്ട കാര്യം എന്താണ് ബ്രോ? ഞാൻ കാര്യം പറഞ്ഞോട്ടെ, സംസാരിക്കണം ബ്രോ ഇതിന്റെ അടുത്ത്. അല്ല നീ സംസാരിച്ചു ഇവിടെ സംസാരിച്ചു അവിടെ ഉണ്ടല്ലോ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ, പറഞ്ഞോ ബ്രോ. ഞാൻ അവിടെ നിന്നിട്ട് കേട്ടായിരുന്നു, എന്താ വെച്ചാല് ആക്കൊരു ചെക്കനെ നോക്കണം, അതായത് ഒരാള്. ഞാൻ ഇപ്പൊ ചോദിച്ചു, ഇത് റിലേഷൻ ആയിട്ട് വരുമ്പോഴത്തേക്ക് മാമിയാണോ എന്ന് ചോദിച്ചു. ആർക്ക് ചെക്കൻ നോക്കണ കാര്യമാണ്? ആര് പറഞ്ഞു? അതുകൊണ്ട് ബ്രോ, അതെന്തോ അതൊക്കെ ആയിക്കോട്ടെ. ഞാൻ മാമനാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മാമനല്ലെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓക്കെ. ഞാൻ ഇവരുടെ സംസാരിക്കാൻ നേരം ചേട്ടന്മാര് വന്നു. മറ്റേ ഈ ഇവരുടെ സംസാരിക്കും, ഇവരുടെ ഉത്തരം കേൾക്കണ്ടേന് പകരം വെല്ലോന്റെ വായന ഞാൻ ഉത്തരം കേട്ടോണ്ടിരിക്കുന്നത്. ഇവരല്ലേ അതിന് ഉത്തരം തരണ്ടേ? അത് സമ്മതിച്ചു. എനിക്ക് ഒരു സ്ട്രേഞ്ചർ എന്നുള്ള രീതിയിൽ ഞാൻ പരിചയപ്പെടാൻ ചോദിച്ചതേ ഉള്ളൂ. അത് ചോദിച്ചതേ ഉള്ളൂ. അവളെ ചെക്കൻ ഒപ്പിച്ചെടുക്ക. നീ എന്താ മാമാപ്പണി ചെയ്യുവാണോ? മാമാപ്പണി എന്നാണോ ഞാൻ പറഞ്ഞത്? മാമിയാണോ എന്നല്ലേ ചോദിച്ചേ? എന്തോ ആയിക്കോട്ടെ, നീ അമ്പി കളിക്കല്ലേ കൂടുതൽ? അമ്പി കളിക്കല്ലേ? അത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ വായണ്ട് വരുന്നതിന് പകരം ആരുടെ വായിന്നാ ഞാൻ മൊത്തം കേട്ടെ. ഒരു പച്ചമുടി വേറൊരു മുടി ഉണ്ടായിരുന്നല്ലോ. നിങ്ങള് സംസാരിച്ചോട്ടെ, ഞാൻ മൊത്തം സംസാരിച്ച കുട്ടിയുടെ അടുത്തല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ സംസാരിച്ചത് രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു വേറെ, അമ്മാരുടെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നേ മൊത്തം. എന്നെ പറഞ്ഞപ്പോ അവര് ചോദിച്ചു, അതിനിപ്പോ എന്താണ് പ്രശ്നം? കണ്ണൻ 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 പ്രശ്നമൊന്നും ആയില്ലേ? അലീനൊന്നും കാര്യം ചെയ്യട്ടെ. ഇങ്ങോട്ടെ നീ നട സംഭവം പറഞ്ഞ എനിക്കൊന്നും കത്തുന്നില്ല ശരിക്കും. ഞാൻ അവിടെ ആശാനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ആശാന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ട്രീസൊക്കെ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അവളെ ഗേൾ ഫ്രണ്ട് ആയിട്ട് കൂടെ നിൽക്കുവാണെന്നുള്ള രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഞാനും ആശാനും അപ്പുക്കുട്ടനും ട്രീസ് അവിടെ AFK ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ ഇവൻ വന്നിട്ട് നീ ഇവക്ക് കൂട്ടിക്കെടുക്ക, നീ എന്തോ മാമിയോ എന്നുള്ള രീതിയിൽ വന്ന് ഡയറക്റ്റ് അങ്ങ് വന്ന് ചോദിക്കുക. ഡയറക്റ്റ് എന്തോ ഞാൻ എന്തോ അവനെ ചെയ്ത എന്തോ പറഞ്ഞ രീതിയിൽ ഡയറക്റ്റ് അങ്ങ് വന്ന് ചോദിക്കുക. അപ്പൊ തിരിച്ച് ആശാൻ എന്നെ പറഞ്ഞത് കേട്ടപ്പം നീ എന്തോ പെണ്ണിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് തിരിച്ച് സംസാരിച്ചു. അതിനാണ് അവൻ ഈ കിടന്ന് ഇത്രയും കൊണ പറയുന്നത്. ചന്ദ്ര, അവൻ ആശാനോട് പറയാ നിങ്ങൾ എന്താ കൂട്ടിക്കൊടുക്കാൻ നിക്കുന്നത്, അങ്ങനെ എന്താ പറഞ്ഞു? അവന്റെ പേര് കണ്ണൻ തന്നെയാണ്. ചന്ദ്രന്റെ കയ്യിൽ അതെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാള് സംസാരിച്ചോണ്ടിന്റെ ഇടയ്ക്ക് കയറിയിട്ട് നേരെ പോയിട്ട് കൂട്ടിക്കൊടുക്കാൻ മാമിയാണോന്നൊക്കെ ചോദിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിനക്ക് തോന്നിയാ? അല്ല, കൂട്ടിക്കൊടുക്കാൻ മാമിയാണോ എന്നല്ലേ ചോദിച്ചേ? അത് നല്ലൊരു വർത്താനാണോ? അത് നല്ലൊരു വർത്താനാണോ? അല്ല അല്ല, കൂട്ടിക്കൊടുക്കാൻ മാമിയാണോ എന്നല്ലേ ചോദിച്ചേ? ആ കൂട്ടിക്കൊടുക്കാൻ മാമിയാണോന്നല്ലേ ചോദിച്ചാ? നീ അങ്ങനെ ചോദിച്ചാ? അത് ഈ കുട്ടിയുടെ മാമിയാണോന്നാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ കൂട്ടിക്കൊടുക്കാൻ മാമിയാണോ? ബ്രോ നീ കൺവെർട്ട് ചെയ്യല്ലേ? നീ ഏത് രീതിയിലാണ് ചോദിച്ചത്? ചോദ്യം മനസ്സിലാവും. മാമിയാണോന്നാണ് ചോദിച്ചത്, അല്ലാണ്ട് ഞാൻ റോങ് ആയിട്ടൊന്നും സംസാരിച്ചില്ല. എന്റെ അടുത്ത് ഇപ്പൊ മാമനാണോ ചോദിച്ചു, ഞാൻ പറഞ്ഞു മാമൻ അല്ലെന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, ആ കൊച്ചിന് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ കൊച്ചിന്റെ അടുത്ത് ഇപ്പൊ പേരെന്ന് ചോദിച്ചാൽ അടുത്തുള്ള ചേട്ടന്മാരോ കൊച്ചിന്റെ പേര് ഇതാണ്, അതല്ലല്ലോ. ആ കൊച്ചിന്റെ വായിന്ന് തന്നെയല്ലേ കൂട്ടിക്കൊടുക്കാൻ എന്തൊക്കെ പറഞ്ഞിട്ട് എന്റെ ആശാന്റെ അടുത്ത് നീ എന്താ പറഞ്ഞു? ആശാനോട് നീ എന്താ പറഞ്ഞു? കൂട്ടി കൊടുക്കാൻ നിൽക്കുന്നതാണ്. നിങ്ങൾ എന്താ കൂട്ടി കൊടുക്കാൻ നിൽക്കുന്നതാണ്? ആശാനോട് എന്താ പറഞ്ഞു? ആശാന്റെ അടുത്ത് എന്താ പറഞ്ഞേ? എന്താണ് കൂട്ടി കൊടുക്കാൻ? ഇവൻ അലീനന്റെ അടുത്ത് പറയാ, പിന്നെ കൂട്ടി കൊടുക്കാൻ നീ എന്താ മാമപ്പണിയാന്ന് കൊടുക്കുന്നത്? കൂട്ടി കൊടുക്കാൻ ബ്രോ, ഇത് മസാല ചേർക്കുവാണ്, ഇത് മസാല ചേർക്കുവാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് മസാല ഒന്നും ചേർക്കില്ല നിങ്ങളെ ബ്രോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് നീ പറഞ്ഞതേ റോങ് ആണ്.
നീ പറഞ്ഞത് റോങ് ആണ്. അതൊരു പെൺകൊച്ചിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ മീൻസ് നീ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ശരിക്കും നീ പറയാൻ മാമാപ്പണി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? നീ മാമ പണി എടുക്കണ നീ കൂട്ടിക്കൊടുക്കാന്നുള്ളത് നീ ലൈക്ക് ആര് വാക്ക് ആഡ് എന്തിനാണ്? അല്ല കൂട്ടിക്കൊടുക്കാന്നുള്ള വാക്ക് നീ എന്തിനാണ് ആഡ് ചെയ്തത്? നീ ജസ്റ്റ് എനിക്കത് പറഞ്ഞുതരാമോ? കൂട്ടിക്കൊടുക്കാനാ ബ്രോ? ഒരു പയ്യനെ തപ്പി ബ്രോ എനിക്കടെ തപ്പണ്ട ബ്രോ. നീട്ടിയൊരു സോറി പറഞ്ഞിട്ട് ബ്രോ പൊക്കോ. ബ്രോ കൂട്ടിക്കൊടുക്കുന്നത് എങ്ങനെ? ഞാൻ കൂട്ടിക്കൊടുക്കുന്നത് എങ്ങനെ പറയാം? ഒരു ബോയിനെ മാമിന്നല്ലേ ചോദിച്ചോളൂ. അല്ല കൂട്ടിക്കൊടുക്കുന്നത് ഞാൻ എപ്പോഴാ പറഞ്ഞ? കൂട്ടിക്കൊടുക്കുന്നത് എങ്ങനെ പറയുന്നത് ബ്രോ? ഒരാളെ അവൻ പറഞ്ഞു അമ്പി കളിക്കും. പറഞ്ഞിട്ടില്ല ബ്രോ. ഇതിനകത്ത് മസാല ചേർത്ത അണ്ണന്മാരൊക്കെ ഉണ്ട്. ഇതിനകത്ത് മസാല ചേർത്ത അണ്ണന്മാരൊക്കെ ഉണ്ട് അവിടെ. പറഞ്ഞത് തന്നെ കറക്റ്റ് പറയാണ്ട് അതിനകത്ത് അപ്പൊ നീ എന്താ പറഞ്ഞ? നീ എന്ത് പറഞ്ഞ? നീ പറയണേ നീ എന്ത് പറഞ്ഞാ? നീ പറയണേ മാമിയാണോ? ഈ കുട്ടിയുടെ മാമിയാണെന്ന് നീ പോയിട്ട് വെറുതെ ചോദിച്ചാ? ചോദിച്ചു മാമിയാണോന്ന് ചോദിച്ചു. അപ്പൊ മാമി അല്ലെന്ന് പറഞ്ഞു. അത് മാത്രല്ല, അതിന്റെ ഇടയ്ക്കാണ് വേറെ ചേട്ടന്മാര് വന്നിട്ട് ഇതിനുള്ള ഉത്തരം പറയുന്നത്. അലീന അങ്ങനെയാണോ പറഞ്ഞ? മാമിയാണോ? മാമിയാന്നല്ലേ അലീന അടുത്ത് ചോദിച്ചത്? ഞാൻ പാവയൊന്നും ആകത്തില്ല ബ്രോ. ഞാൻ പാവയല്ല. അതുകൊണ്ട് പറഞ്ഞു. നീ എന്നോട് വന്ന് ചോദിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, നീ ഒരു സോറി പറഞ്ഞു. നീ അങ്ങ് നീട്ടി ഒന്ന് സോറിയും പറഞ്ഞിട്ട് അതിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞാൻ എന്തോ പറഞ്ഞു. സോറി പറഞ്ഞിട്ട് പോടാ. സോറി അത് പോരാ അലീന. സോറി എക്സ്ട്രീംലി സോറി എന്ന് പറടാ. എക്സ്ട്രീംലി സോറി. ഹലോ എന്താ സാറേ? എന്ത് ഇവിടെ മുതുകില് ഫയറിങ്. വണ്ടി എടുക്കറ ചന്ദ്രന്റെ വണ്ടി എത്തി. സാർ ഇപ്പൊ നിക്കാം ഇപ്പൊ ഈ സാർ കാര്യങ്ങൾ സാർ വ്യക്തത സംസാരിക്കാനല്ലോ ഒന്നും ചെയ്യൂല സാറേ. സാറേ ഓക്കെയാണോ? ഞാൻ ഇപ്പൊ പോയിട്ട് വരാം. ഞാൻ സ്റ്റേഷനിൽ വരാം. ഓക്കെ ഒന്നും ചെയ്യൂലെന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്യം ഉള്ളൂ. ടയറെ പണി പണിഞ്ഞേ സാർ ഒന്നും ചെയ്യില്ല. എന്റെ വണ്ടി എടുത്തിട്ടാ ഏതെങ്കിലും വണ്ടി സാറേ എന്നെ കൊണ്ട് തോക്കെടുപ്പിക്കരുത്. ഞാൻ വെടിവെക്കും. ഞാൻ അക്രമികാരിയാണ്. സാറേ വെയില് സാറേ വരാം. നാളെ വരാം. ചന്ദ്ര വണ്ടി മാറ്റിക്കോ. നമ്പർ പ്ലേറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഗ്യാങ് വണ്ടി എടുത്തോ തൽക്കാലം. ആ വണ്ടി മാറ്റിക്കോ. പറഞ്ഞേ. നീ ഓടിച്ച നീ ചില്ല ഓടിച്ചേ. എടാ നമ്മളിപ്പോ മറ്റേ ഇവിടെ ഉണ്ട് നമ്മുടെ സെമിത്തേരി ഇല്ലേ? സെമിത്തേരിയുടെ അതുവഴി പൊക്കോണ്ടിരിക്കുവാണേ. ഗ്യാങ് വണ്ടി എടുത്ത് തരാൻ ടൈം ഉണ്ടാവോ? ഒന്ന് വെയിറ്റ് ചെയ്യോ? ടൈം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതാവും. വണ്ടിയില്ല നേരെ പോയിട്ട്
പാർക്കിങ്ങിന് വണ്ടിക്ക് കയറിയിരിക്കുക എന്നിട്ട് നമ്മൾ വരുന്നത് ചാടിക്കോ. വരുന്നുണ്ട് കണ്ടേട്ടോ. മുന്നോട്ടല്ല പോ, കുറച്ച് കണ്ടോട്ടെ അല്ലെങ്കിൽ കാണും. ഹലോ വണ്ടി എടുത്ത് തന്നെ ചന്ദ്രൻ ചെയ്ത് ഹലോ നിങ്ങളൊന്ന് കോട്ടെ. ചന്ദ്രൻ ലൊക്കേഷൻ പറഞ്ഞു എടാ 7165 7165 7165 എടാ ഒരാളെ കൊന്ന കേസിൽ പിടിക്ക് എന്ത് സംസാരിക്കാനുള്ളത്? എന്ത് സംസാരിക്കാനായത്? പറഞ്ഞേട്ടാ ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യണത്. പെട്രോൾ ഇരുന്നേ പെട്ടെന്ന്. എടാ 7165 ചന്ദ്രൻ ഇറങ്ങി ഓട്. ഒരു മിനിറ്റ് വെയിറ്റ്. ചന്ദ്രൻ ഇങ്ങോട്ട് മുതുക് സൈഡ് വാ ഗ്യാങ് വണ്ടി എത്തി. പിങ് ഇട്ടിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് പിങ് കാണാൻ വേണ്ടി സ്റ്റേഡിയം സൈഡ് പിങ് നോക്കണ്ടേ. കേറാൻ പറ്റത്തില്ല. ചന്ദ്രൻ പിങ്ങി എടാ ഞാൻ ഇവിടെ പിങ് ചെയ്ത് വാ. എനിക്ക് കാണിക്കുന്നില്ല ചന്ദ്രന്. എടാ അതാ പിങ് കാണുന്നില്ല എനിക്ക്. 7165 കറക്റ്റ് 7-ലുണ്ട്. അടിക്കണോ? വേണ്ട അടിക്കണം. ആ ഞാൻ കണ്ടു ചില്ല കണ്ടു വണ്ടി ഉണ്ട്. അതെ മാഡം. നാളെ എടാ ആരെ പിടിച്ചല്ല ഞങ്ങളുടെ ആശ ഒന്ന് നോക്കിയോണേ. ആശ ഒന്ന് കിട്ടിയാണ്. അല്ല വെരി ഗുഡ്. സത്യം. ആണോ? ആ ഓക്കെ. ഇല്ല ഞാൻ പിടിച്ചില്ല. എന്റെ കേറിയില്ലേ ചന്ദ്രു? അതാ നിന്നെ പിടിക്കാണ്ട് ഞങ്ങൾ പോയിക്കോളാം. ഹലോ ഞങ്ങൾ ഗ്യാങ് ഹൗസിനെ ആഷിനെ നോക്ക് നമ്മള് ഗ്യാങ് ഹൗസ് നേരെ വിട്ടോ. അടിക്കൂല. ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. നീ വണ്ടി കറക്റ്റ് വണ്ടിയോട് നിർത്തണ്ട. ഇവിടെ നിർത്തണ്ട. കറക്റ്റ് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയുണ്ട്? ബ്ലാക്ക് ഉണ്ടോ രണ്ട് വീഡിയോ ഉണ്ട്. കണ്ണട വിഷം കണ്ണടേ സത്യം ഏലിയന്റെ കൂടിപ്പെട്ടുണ്ടോ? അത് വാദിക്കല. ഞാൻ ഈ വണ്ടി സേവ് ചെയ്തിട്ടേ വേറെ വണ്ടി എടുത്ത് തരാൻ കേട്ടാ. ഞാൻ ഒന്ന് പിക്ക് ചെയ്യാം. ഞാൻ ഇവിടെ മറ്റേ ചന്ദ്രന്റെ കടയുടെ അവിടെ ഗാരേജിലോട്ട് വരാ പീഡിയെല്ലാം വന്ന് എന്റെ അവിടെ ഗ്യാങ് ഹൗസിന് വേണ്ടിയിരിക്കുന്നത്. ഞാൻ കയറി കഴിഞ്ഞപ്പോ എന്റെ വണ്ടി അവരൊന്ന് നോക്കിയിട്ടുണ്ട്. ഗരാജിന്റെ അവിടെ കറക്റ്റ് കാണാൻ നോക്കട്ടെ. ആക്കട്ടെ കൂട്ടാ
പോയി പിടിക്കും, കൺഫേം പിടിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് എന്റെ വണ്ടി എടുക്കാൻ പറ്റും നോക്കട്ടെ. ഓക്കെ ഓക്കെ ആ വണ്ടി എടുത്തിട്ടാ മുതുക്കിലെടുക്കുക. ഓക്കെ ഓക്കെ. ഞാൻ ഗ്യാങ് ഡ്രസ്സിലെ ഷർട്ട് ഊരിട്ടാ നിൽക്കുന്നത്. കുറച്ചടുത്ത് ഷർട്ട് വരും ഞാൻ. വലിയ എസ്കേപ്പായി. ഇനിയൊന്നും ചില്ലാവില്ല, കുഴപ്പമൊന്നുമില്ല, നോക്കാം. ഡ്രസ് മാറ്റി, ഇനി ഡ്രസ് മാറ്റി അത് ഞാനൊന്ന് കൺഫേം ഒന്നുമല്ല. എന്റെ വണ്ടി ഇമ്പോർട്ട് ചെയ്തെങ്കിൽ മൂഞ്ചി ചേട്ടാ. മറ്റേത് ഇമ്പോണ്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അത് ഇമ്പോണ്ട് ചെയ്തില്ല. ഇമ്പോണ്ട് ചെയ്ത് ടൈറ്റനാ എടുത്തില്ല ഒരു വണ്ടി. ടൈറ്റനാ ടൈറ്റൻ ഇമ്പോർട്ട് ചെയ്താ പാടാ. ഇതിവിടെ കിടക്കുന്നുണ്ട്. വണ്ടി കയറി ഗാർഡ്സ് എല്ലാം വന്നില്ലേ? ഗാർഡ്സ് എല്ലാം വന്നില്ലേ? എടാ ഒന്ന് ഗാഡിയാണേ ചേട്ടാ കയറി. വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളെ കൊറേ ചേസ് ചെയ്തിന് തന്നെ. നീ ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. മാറിയില്ലോടെ ചന്ദ്ര. നീ വന്നോണ്ടെങ്കിൽ എന്നെ ആര് തൊടാനാ? തൊടിഞ്ഞിട്ട് കാണണമല്ലോ. ചേട്ടാ നമ്മുടെ പിള്ളേരാണ്, നമ്മുടെ അടുത്ത് റോങ് ആവില്ല. പാവപ്പെട്ട പേരാട്ടാ. ചില്ലടിച്ചല്ലേ ഇത്ര നേരം വന്നേ. ഓക്കെ ഓക്കെ. എടാ അവന്മാര് ഫുൾ സെറ്റപ്പ് ആണ്, മനസ്സിലായോ? നീ ഏതവൻ കണ്ടുപിടിക്കാൻ ഈ താടി മീച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിന്നെ. ചേട്ടാ ലുക്ക് നോക്കിയാ എങ്ങനെയുണ്ട്? വിശ്വമായിട്ടുണ്ട്. പോലീസ് ഉണ്ടോ കേട്ടോ? ചേട്ടാ ഞാൻ ഈ വണ്ടി സേവ് ചെയ്തിട്ട് പോരാ. സേവ് ചെയ്തോ. മറ്റേ വണ്ടി മറ്റേ വണ്ടി കൊണ്ട് അപ്പൊ കൂട്ടാ അത് എന്തൊരു എസ്കേപ്പ് ആയിരുന്നല്ലേ? എന്തായാലും സീൻ എസ്കേപ്പ് ആയിരുന്നു. അപ്പൊ കൂട്ടാട്ടാ ഇഞ്ച് വ്യത്യാസം. അത് അങ്ങോട്ടും ഇങ്ങോട്ടാ പോയിരുന്നെങ്കിൽ ഈ മനസ്സിലാവാത്ത പീഡിയുടെ ഒരു കാര്യം പറയട്ടാ. ഈ പീഡിയെ എങ്ങനെ സംസാരിക്കാനാണ്? ഒരാളെ കൊന്ന് അവന്മാരെ ഫ്രണ്ടിട്ട് ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ പീഡി എങ്ങനെ സംസാരിക്കുന്നതാണ്? എന്ത് ബ്ലണ്ടർ അവർ വിളിച്ച് പറയണം ഒരാളെ പിടിക്കാൻ വേണ്ടിട്ട്? നിക്കണേ അവര് നിന്നോടത്ത് അടിച്ചിടും അപ്പൊ തന്നെ. നിന്നടുത്ത് കഫ് ചെയ്ത് കൊണ്ടുപോകും. വേറെ ഞാൻ ഇടപെടും. ഇതാക്കും ഏതാടാ ഈ കടുകുമണി പോലത്തെ സാധനമൊക്കെ? സിറ്റിക്കാർ സത്യം പറഞ്ഞാൽ നടക്കാൻ പറ്റുന്നില്ലല്ലോ. നീ എന്നോട് ബൈക്കിലേക്ക് കയറിട്ട് കൊറേ ആയില്ലടാ ചന്ദ്ര. നീയാന്ന് പോലും അറിയത്തില്ല ചന്ദ്ര. ചന്ദ്ര ഞാൻ ഉള്ളപ്പം പോലീസാണോ അത്? പീഡിയുടെ അടുത്ത് പോയിട്ട് സാറേ പീഡിയെടുത്ത് പോയിട്ട് പീഡി ബാക്കിലോട്ട് പോയില്ലേ? പീഡിയുടെ അടുത്ത് പോയിട്ട് സാറേ ഈ പലേട്ടറോട്ടുള്ള വഴിയാണെന്ന് ചോദിക്കണം. ചേട്ടാ ഞാൻ ഹെൽമെറ്റ് വെച്ചോളൂ. ഒറ്റ മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ? ഒറ്റ വെയിറ്റ് അല്ല വണ്ടി നിർത്തി ഹെൽമെറ്റ് വെച്ചോളും താനും. ചേട്ടാ വെക്കേണ്ടതാണ്. ഞാൻ നന്നായി ഇറങ്ങിട്ട് വരാം. അറിയത്തൊന്നുമില്ലടാ ചന്ദ്രൻ. ഇതൊക്കെ ഒരു ത്രില്ലല്ലേ മോനെ? അണ്ണ ഇരിക്കുമ്പോ നിന്നെ ആരും കൊണ്ടുപോകും. ഇല്ല മുതുക്കി തന്നെയാണ് ചേട്ടാ. ബീച്ചിലെ ആ ബീച്ചിലെ ആരൊക്കെ വിളിക്കുന്നു കേട്ടോ എന്നെ വിളിക്കുന്നേ. ഇതാണോ വീട്? അളിയാ പിടിച്ചാണോ എന്നെ തൊപ്പി വെച്ചാള്? ആളെ കിട്ടീനാ ചന്ദ്ര? ചേട്ടാ പേടിക്കണ്ടായിരുന്നു.
താഴെ ഇടുന്നേ ഇറങ്ങടാ 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 എന്താടാ ഇത് വണ്ടിയടാ അതെങ്ങനെ നമുക്ക് മനസ്സിലായണ്ട വെറുതെ വെറുതെ ചൊറിയാതെ ബാക്കി പറയാ അണ്ണൂനെ എറിഞ്ഞു കൊടുത്തിയേ ഇവിടെ നിർത്തല്ലേ നേരെ പോയി നേരെ പോയി നേരെ പോയി നേരെ പോയി എടാ എടാ അണ്ണുവേ എടാ അണ്ണു മുതുക്കുണ്ടേ അണ്ണു മുതുക്കഴിഞ്ഞിട്ട് എടാ അതെങ്ങനെടാ പീടിയടാ ഒരു ക്യാപ്പൊക്കെ എടാ ക്യാപ്പ് വെച്ചിട്ട് ഇതിൽ എങ്ങനെടാ പീടി വന്ന് ഇടിക്കുന്ന നമ്മളെ ഇടിച്ചെറിഞ്ഞടാ എന്നെയും അണ്ണുവേയും എനിക്ക് എടാ ഞാൻ ഡ്രസ്സ് മാറ്റി ഞാൻ എവിടെ നിന്ന് ഡ്രസ്സ് മാറ്റി വരാം നിങ്ങൾ ചില്ലാതെ ചന്ദ്ര അല്ല മാമൻ എവിടെ എനിക്ക് മാമനെ ഒന്ന് കാണണം എവിടെ 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 വണ്ടി മാത്രമല്ല ക്യാപ്പ് അത് ഇത് മുതുക്കില് ഷർട്ട് ടീഷർട്ട് ഡ്രസ്സ് മാറ കുഴപ്പമില്ല മാനേജ് ഞാൻ പറഞ്ഞുതരാം മറ ഞാൻ ഓടിക്കാം മറ പെട്രോൾ ഉണ്ടോ പെട്രോൾ ഉണ്ട് പകുതി ഉണ്ട് വന്നോ പുറകെ വന്നാണ് ഈ ജീപ്പനോ എന്ത് പിള്ളേരെ ബാക്കപ്പ് ഉണ്ടാകും ഞാന് ലവി പറയുന്നുണ്ട് ഇറങ്ങി ഞാൻ എങ്ങനെ പറയും എന്റെ സൗണ്ട് കേട്ടപ്പോ അപ്പൊ തന്നെ അറിയാം നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കോ വണ്ടിയിൽ പോയി ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാ പറയാം നിങ്ങൾ അവിടെ അണ്ണൂനോ എടാ പീടി ഉണ്ടോടാ ചേച്ചി ഉണ്ടോടാ നിങ്ങക്ക് ഇല്ല ഇല്ല അവരുടെ ഉണ്ടോടാ അപ്പുക്കുട്ടാ ഒരു സഹായം ചെയ്യോടാ അപ്പുക്കുട്ടാ ഹെലി എടുത്തിട്ട് നമ്മുടെ ലീജിയൻ സ്ക്വയറിലോ ആ ലീജിയൻ സ്ക്വയറിൽ ഹെലി എടുത്തിട്ട് ലീജിയൻ സ്ക്വയർ വേണ്ടേ ലൊക്കേഷൻ എവിടെ നിന്നൊക്കെയാടാ വരുന്നത് പറയടാ എങ്ങോട്ട് പോകും എടാ 7322 വാ അപ്പുക്കുട്ടാ എടാ എന്റെ ഒപ്പം ഉണ്ട് അതിലേക്ക് എന്റെ ഒപ്പം ഉണ്ട് പിന്നെടാ നമ്മുടെ മിറർ പാർക്ക് ഇല്ലേ 7326 മിറർ പാർക്ക് ചേസിങ് ഉണ്ടോ എടാ അണ്ണൂന്റെ അടുത്ത് പറയാൻ പറ ലൈക്ക് എന്റെ വണ്ടിയിൽ അറിയാണ്ട് കേറി ആരെന്ന് അറിഞ്ഞൂടാ എന്റെ വണ്ടിയിൽ ഒരാൾ വന്ന് കേറി എനിക്ക് അതേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞെന്ന് മതി വേറെ ഒരു പ്രശ്നവും അതിനപ്പുറം ഒരു ചോദ്യം ഇല്ല അതില് നിങ്ങൾ സംസാരിക്കും ഞാൻ ഇല്ലെങ്കിലേ വേറെ സീനില്ല കുഴപ്പമില്ല നിങ്ങൾ ഡീൽ ഞാനല്ലേ അവരെന്താ ചേച്ചിയാണ് കണ്ടു അതുകൊണ്ടാ ഞങ്ങള് വണ്ടി കൊണ്ടു പെട്ടെന്ന് വന്നത് എല്ലാരും ഫുഡ് മാത്രം കേക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറഞ്ഞേ ഇല്ലല്ലോ അല്ലേ ഇങ്ങോട്ടൊക്കെ വരുന്ന
കുഞ്ഞേ കുഞ്ഞേ എന്താ ഇവിടെ ചന്ദ്രൻ ഞാൻ കാര്യം പറയട്ടെ ആ കേറിയാ. ചന്ദ്രൻ ഈ ലുക്കിൽ എന്താ നടക്കാമല്ലോ വേറെ ലുക്ക് ആക്കണം ഇല്ലല്ലടാ ഈ അതിന്റെ പ്രീവാറുണ്ടോ? ഒരു കുഴപ്പമില്ല. ചന്ദ്രൻ അവര് എന്താ നേരത്തെ അവിടെ താടി വെച്ചോണ്ട് ഓടി വന്നായിരുന്നു. പറഞ്ഞിട്ടുണ്ട് അടുത്ത്. എടാ നിങ്ങളെ ഗ്യാങ്സിനോട് ഓക്കെ ഓക്കെ എടാ യുഗ്ര അന്ന് സേഫ് അല്ലേ? എനിക്ക് അതാണ് അറിയേണ്ടത് മനസ്സിലായോ? യോക്കിയണ്ണനെ പോലീസ് ഓട്ടിക്കില്ല ചന്ദ്രൻ. അണ്ണനെ പിടിച്ചില്ലേ പിടിച്ചാ ഇല്ല പിടിച്ചില്ല പ്രശ്നമായത് എസ്കേപ്പ് ആയടാ അവര് അപ്പൊ കൂട്ടാ ഇല്ല ചന്ദ്ര സേഫ് അല്ല ചന്ദ്ര അല്ല ജുഗ്രു സേഫ് അല്ലാണ്ടോ? ഓക്കെ എവിടാടാ നമ്മള് ഗ്യാങ് ഹൗസ് വരുന്നു. എടാ അതിന് പ്രിവാറുണ്ടോ? 10:30 ചന്ദ്രന്റെ ജീവിതം എന്തൊരു ജീവിതമല്ലേ ചന്ദ്ര ഇങ്ങനെ ജീവിതം ഒരു വേഷവും മാറി ചന്ദ്ര ഹാറ്റ് മാറ്റേണ്ടി വരും തോന്നുന്നുട്ടാ. ഇല്ലടാ അത് ഇനി അവര് മാറ്റാം ഇന്നത്തേക്ക് എന്തായാലും അവര് നോക്കട്ടെ തപ്പി കിടക്കട്ടെ കുറച്ചേരം തപ്പി കിടക്കട്ടെ നമ്മൾ അത്രയും ചേഞ്ച് ചെയ്യണ്ട വേണ്ട തപ്പി കിടക്കട്ടെ തപ്പിയെ കിട്ടുമെങ്കിൽ പിടിക്കട്ടെ അവര് ഓ അങ്ങനെ ചന്ദ്ര നോക്കട്ടെ. പിടിക്കൂലല്ലോ ചന്ദ്ര ഇടയ്ക്കൊന്ന് പിടിച്ചേനാട്ടാ ഞാനാണ് അവിടെ ചന്ദ്രനെ സഹായിച്ചത് എവിടെ ഇത് എവിടെ വെച്ചിട്ടാ നീ വന്നേ? ഡ്രസ് സ്റ്റോപ്പിന്റെ അവിടെ സത്യമായിട്ട് ഞാൻ പറയണ അവര് ഇറങ്ങി ട്രേസ് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി ഒരുത്തരെ ഇടിച്ചും കളഞ്ഞു സൈഡില് ആ ടേസ്റ്റ് എടുത്ത 2 പ്രാവശ്യം മനസ്സിലായി ആ സൈഡിൽ ഞാൻ വണ്ടി കൊണ്ട് ഇടിച്ച് കഴിച്ച് രണ്ടുപേരെ കൊല്ലുകയും ചെയ്തെന്നാണ് എത്ര നമ്മൾ ലൈവാണ് ജുഗ്രു സേഫ് ആണെങ്കിൽ അണ്ണൂര് ഗ്യാങ് ഹൗസ് തന്നെ വരുന്നു. TV 50 ജോക്കി ഉണ്ടോ ഒന്ന് കൊണ്ടുവരാൻ പറയും പ്ലീസ് ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുന്നത് നല്ലതല്ല അത് ഒട്ടും നല്ലതല്ല അയ്യോ ഗയ്സ് എല്ലാവർക്കും വെൽക്കം ലൈവ് ഗയ്സ് ഗാഡ്സ് ഇപ്പൊ വന്നത് ജോക്കിണ്ട് മാറി ചന്ദ്രനായി ഇപ്പൊ ഇവിടെ gang house ഉണ്ട്. എനിക്ക് കണ്ടൂടെ ഗ്യാങ്ങോത്ത് കളഞ്ഞെടുത്ത് താഴെ ഇറക്ക് ഗ്യാങ് ഹൗസ് എത്തി. ആ അണ്ണെന്തായിരിക്കണേ അല്ല നിനക്ക് ഇറക്കാറുണ്ടോ അല്ലേ അല്ല ചന്ദ്ര ചന്ദ്രൻ ഇറക്കാറുണ്ടേ ചന്ദ്രൻ ഇറക്കാൻ അറിയാലോ അണ്ണൂറാ അണ്ണോ പിന്നെ ചന്ദ്ര സക്സസ്ഫുൾ ആയിരുന്നല്ലോ ചന്ദ്ര എന്നെ നീ അവിടെ വിറ്റത്. പക്ഷെ കുഴപ്പമില്ല ചന്ദ്ര എന്റെ പിള്ളേരെ തുടരുത് അത്രേ ഉള്ളൂ. നിന്നെ തൊട്ടില്ലല്ലോ തൊട്ടില്ല പക്ഷെ അവൻ എന്റെ പുറകെ വന്നു കേട്ടോ. ഞാൻ കാര്യം പറയട്ടാ അണ്ണുണ്ടല്ല അണ്ണു പതറുന്ന് വിചാരിച്ചല്ല ശരിക്കും പീഡിയെടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അവരൊന്നും നമ്മളെ എടാ ഞാൻ നിർത്തിയ നമ്മളിങ്ങനെ പോയപ്പോ പിടിച്ചോണ്ട് പോവൂ. അല്ല ഞാൻ പറഞ്ഞ ഞാൻ ഡ്രസ്സ് മാറ്റി എന്റെ താടി മാറ്റി ക്യാപ്പ് മാത്രമേ അതേ ക്യാപ്പുള്ളൂ ആ ക്യാപ്പിന്റെ പൈസ മാത്രം നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടാവുമ്പോ ഇപ്പൊ പീഡി പിടിച്ചു കഴിഞ്ഞാൽ അമ്മ നേരെ ID കാർഡ് ചോദിക്കും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ID കാർഡ് ഒന്ന് ചെക്ക് ചെയ്യണം ഒരു ചെറിയ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെടും അന്നു വണ്ടി തിരിച്ചപ്പോ എന്റെ നെഞ്ചത്ത് പാളി പക്ഷെ അവരുടെ സംസാരം പലട്ടോടെ സാറേ ചോദിച്ചാലും സീനില്ലായിരുന്നു മനസ്സിലായില്ലേ അവന്മാരെന്താ പൊട്ടന്മാരാണ്. അവന്മാർ എന്റെ അടുത്ത് സംസാരിക്കണോന്ന് പറഞ്ഞത് ഈ പീടിയിലിരിക്കുന്നവന്മാരെല്ലാം ഇങ്ങനെയാണോ? എന്റെ അടുത്ത് സംസാരിക്കണോന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ ഞാൻ അവിടെ നിർത്തി കൊടുത്തപ്പോ ഏതോ വണ്ടി വന്ന് പിറ്റ് ചെയ്ത് അവര് തെറിച്ചു പോയി. പിന്നെ അവരുടെ പുറകെ നമ്മളെ ഇടിച്ചെറിഞ്ഞാണ്ടാണ് നമ്മള് 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരഞ്ഞു പോയി ചന്തി ഒരഞ്ഞ് കൊള്ളാം. നീ സേഫ് അല്ലേ പോനെ? സേഫ് ആണ് നിന്നെ കൊണ്ടുപോകുന്ന കാണാനല്ലോ നമ്മുടെ അല്ല. പിന്നെ ഇത് കൊള്ളാം കേട്ടോ. ഇത് ഇതാണ് റിയൽ ഓറ ഇതാണോ റിയൽ ഓറ പിന്നെ Cinematics is real. Cinematics is real. The whole story is real. The whole story is real. ഞാൻ മിത്തല്ല റിയൽ ആണ് മനസ്സിലായോ?